ഹലോ എവരിവൺ, എല്ലാവർക്കും ഓയിസ്റ്റർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണിയുമായാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ അരിയുടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കൊരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഉണക്കമുന്തിരി, കശുവണ്ടി, ക്യാരറ്റ് ഇവ വറുത്തെടുക്കാം. ഇനി നമുക്ക് 5 സവാള അരിഞ്ഞത് വറുത്തു കോരാം. വറുത്തതിൽ പകുതി സവാള പൊടിച്ചു മാറ്റി വെക്കണം. ഇനി നമുക്ക് 2 സവാള അരിഞ്ഞത് വഴറ്റാം. ഇത് വഴന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ, രണ്ട് തക്കാളി അരിഞ്ഞത്, 10 പച്ചമുളക് ചതച്ചത്, കുറച്ച് മല്ലിയില, കുറച്ച് പൊതിനയില ഇവ ചേർത്ത് വഴറ്റുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 3 ടേബിൾ സ്പൂൺ, എല്ലാം നല്ലതായി മിക്സ് ചെയ്ത ശേഷം 2 കിലോ ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. 1.25 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി, 3 തവി തൈര് ചേർത്ത് ഇളക്കി പകുതി വേവിൽ ചിക്കൻ വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇവ ചേർത്ത് മിക്സ് ചെയ്യാം. വറുത്തു മാറ്റിവെച്ച സവാളയിൽ പകുതി പൊടിച്ചു വെച്ചത് ഇതിൽ ഇട്ട് കൊടുക്കാം. ഗ്രേവി അല്പം വറ്റിച്ചെടുക്കാം. ചിക്കൻ ഒരുപാട് വെന്തു പോകാതെ ശ്രദ്ധിക്കണം. ഇനി വേറൊരു പാത്രം വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 10 മിനിറ്റ് കുതിർത്ത് വെള്ളം മാറ്റിയ 1.5 കിലോ ബിരിയാണി അരിയിട്ട് 1 മിനിറ്റ് നന്നായി ഇളക്കി വറുത്തെടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് അതേ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് എന്ന അളവിൽ തിളപ്പിച്ച് എടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരി അളന്ന ഗ്ലാസിൻ്റെ അളവിൽ 9 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് 6 ഗ്ലാസ്സിന് 9 ഗ്ലാസ് വെള്ളം. 1 ക്യാരറ്റ് അരിഞ്ഞത്, കുറച്ച് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, 1.5 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി,
1 നാരങ്ങയുടെ നീര് ഇവ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. വെള്ളം വറ്റിച്ചെടുക്കുന്നതിനാൽ അരി ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ചോറ് ഒരുപാട് വെന്തു പോവരുത്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് പകുതി വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ വറുത്തു കോരി വെച്ചിരുന്ന സവാള, കശുവണ്ടി, കിസ്മിസ്, ക്യാരറ്റ് ഇവ മിക്സ് ചെയ്ത് അല്പം വിതറി കൊടുക്കാം. ഇനി കുറച്ച് ബിരിയാണി മസാല, കുറച്ച് പുതിന ഇല, കുറച്ച് മല്ലി ഇല, അല്പം നെയ്യ് ഇവ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ 2 ലെയർ കൂടി ചെയ്യുക. മൊത്തം 3 ലെയർ. ഇനി കട്ടിയുള്ള ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് ഈ ബിരിയാണി വെച്ച് പാത്രത്തിൻ്റെ മുകൾ വശം എയർ പോകാതെ മൈദാമാവ് കൊണ്ട് ഒട്ടിച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പനേരം കഴിഞ്ഞ് തുറക്കാവുന്നതാണ്. നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.